സമാനം ഇങ്ങനെ ഒരു കാലം വരും. ആ കാലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു നായ്ക്കുട്ടിയെ ഒരാൾ പോറ്റി വളർത്തൽ ഖൈറുൽ ലഹു, അവന് ഖൈറാണ്, മിൻ അയ്യുറബ്ബിയ വലദൻ ലഹു, അവന് ജനിച്ച കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ. അയ്യുറബ്ബിയ റജുലു, ഒരാൾ തർബിയത്ത് ചെയ്യാൻ. എന്താ റബ്ബ? ഇമാനല്ല. ത്വായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുത്താൽ ത്വായം കൊടുക്കാറ്. തെർബിയത്ത് അങ്ങനെയാവില്ല. തെർബിയത്ത് ആവശ്യമുള്ള ഒക്കെ കൊടുക്കുക. ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ ആർക്ക് കൊടുക്കുക? നായ്ക്കുട്ടി കൊടുക്കുക. ഖൈറുൽ ലഹു, അതാണ് അവന് നല്ലത്. മിൻ അയ്യുറബ്ബിയ, അവൻ ഭക്ഷണം വെള്ളം മറ്റു സാധനങ്ങളും മരുന്നും കൊടുക്കുന്നതിനേക്കാൾ ആർക്ക്? വലദൻ ലഹു, അവന് സ്വന്തം ഉണ്ടായ കുട്ടിക്ക്, അവന് സ്വന്തം ജനിച്ച കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ അവന് നല്ലത് ഒരു നായ്ക്കുട്ടിയെ വളർത്തി പോറ്റി വലുതാക്കലാണ്. അതൊരു കാലം വരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കാലം വരും. أن يربي الرجل جرو الكلب خير له من أن يربي ولدا له എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. നായ്ക്കുട്ടിയെ പോറ്റി വളർത്തിയാൽ ഒന്നത് സാധുവായ സൃഷ്ടിയാണ്, അള്ളാഹ്ക്കെതിരെ ചെയ്യൂല. പിന്നെ ഭയങ്കര നന്ദിയുള്ള ജീവിയാണ്. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും ആദ്യത്തെ അവസാനത്തെ ഗുണം ശുക്റാണ്, നന്ദി. ദുനിയാവിലെ ഏറ്റവും വലിയ നിധി 4 കാര്യമാണ്. ലിസാനുൻ ദാക്കിറുൻ വഖൽബുൻ ഷാക്കിറുൻ വബദനുൻ സ്വാബിറുൻ വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി. 4 കാര്യമുള്ളവൻ ഈ ലോകത്ത് എന്തും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ലിസാനുൻ ദാക്കിറുൻ, ഏത് നേരത്തും ദിക്ർ ചെല്ലുന്ന ഒരു നാവ്. വഖൽബുൻ ഷാക്കിറുൻ, ഒരു നന്ദിയുള്ള ഹൃദയം. വബദനുൻ സ്വാബിറുൻ, ക്ഷമിക്കുന്ന ഒരു ശരീരം. വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, ഒരു ദീൻകാര്യം പറഞ്ഞാൽ അതിന് തന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ. ഇതൊരു പുരുഷന് കിട്ടിയ ആ പുരുഷന് ഈ ലോകത്തെ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഒരാൾക്ക് 4 കാര്യം കിട്ടിയ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെ? ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചെല്ലുന്ന ഒരു നാവ്. വഖൽബുൻ ഷാക്കിറുൻ, നന്ദിയുള്ള ഒരു ഹൃദയം. വബദനുൻ സ്വാബിറുൻ, എന്ത് പ്രശ്നമായാലും ക്ഷമിക്കുന്ന ഒരു ശരീരം. വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, തന്നെ ദീൻകാര്യത്തിൽ സഹായിക്കുന്ന ഒരു ഭാര്യ. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, 4 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ 5 മണിക്ക് ആ ബാങ്ക് കൊടുത്തല്ലോ ഞാൻ അറിഞ്ഞില്ല എന്നോട് പറയില്ല. ഓള് 3:58 4 മണിയാകാനായിട്ടോ എന്ന് പറയും. നമ്മൾ എണീറ്റില്ലെങ്കിൽ പിന്നെയും പറയും നമ്മൾ എണീറ്റു. നമ്മൾ കുളിപ്പറി പോയി അല്ലെങ്കിൽ ഒന്നു കൊടുക്കാൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അവൾ അവിടുന്ന് പോവുള്ളൂ. കുളിപ്പള്ളി തന്നെ നമ്മൾ നേരം കഴിയുകയാണെങ്കിൽ അപ്പത്തിന് കുളിപ്പൽ കൊട്ടും. നേരം കളയണ്ട, ബാങ്ക് കൊടുക്കും. സുബൈൽ ബാങ്ക് കൊടുക്കാനായി 2:30 തഹജ്ജുദ് നിസ്കരിക്കണം. വേഗം നോക്കി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പറയും പള്ളി പോയി കൊള്ളി. ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല ഒരു സമ്മാനത്തെ ഖൈറൻ ഖൈറായിട്ട്. ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല ഒരു സമ്മാനത്തെ ഖൈറൻ ഖൈറായിട്ട്, ഏറ്റവും വിശാലമായിട്ടും. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരാൾക്കൊരു സമ്മാനം കിട്ടിയിട്ടില്ല മിനസ് സുബ്രി, ക്ഷമയേക്കാൾ. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ക്ഷമയാണ്. ഈ ഹദീസ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ട്, മാ ഉഅ്തിയ അഹദുൻ, ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല ഒരു സമ്മാനത്തെ ഖൈറൻ ഖൈറായിട്ട്, ഏറ്റവും വിശാലമായിട്ടും ഒരു സമ്മാനം നൽകപ്പെട്ടിട്ടില്ല മിനസ് സുബ്രി, ക്ഷമയേക്കാൾ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം സ്വത്തും മുതലുമല്ല, എന്താണ്? ക്ഷമയാണ്. എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതാ ക്ഷമ. ഇപ്പോൾ നായയെ പറ്റി അവിടെ പറയാൻ കാരണം, നായ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലേ, എന്ത്? നായക്കുട്ടിനെ പോറ്റലാണ് സ്വന്തം മക്കളെ പോറ്റുന്നതിനേക്കാൾ നല്ലത്. നായ എപ്പോൾ നന്ദിയുള്ളൊരു ജീവില്ല. എത്ര കടിക്കുന്ന നായാണെങ്കിലും യജമാനൻ മുണ്ടലിടാർന്ന അനങ്ങൂല. എന്തുകൊണ്ട്? എന്താണ് ഈ നായ കാട്ടിയത്? നന്ദിയടോ. ആരോട്? ചോറ് എന്നോട് നന്ദി. മക്കളോടോ? +2 പരീക്ഷ കഴിഞ്ഞു, ഡിഗ്രിക്ക് പോകണം. അപ്പോൾ പാപ്പന്റെ കയ്യിൽ അതിനൊന്നും പൈസ അല്ല. കുടുംബത്തിൽപ്പെട്ടവര് സ്ത്രീ കുട്ടിയോട് പറഞ്ഞു, ഡിഗ്രിക്കൊന്നും വലിയ അതിനൊന്നും പോകാൻ എൻ്റെ പാപ്പാന്റെ കയ്യിൽ പൈസ അല്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ വല്ല പൈസ ഒന്നും ചെലവാകാത്ത വല്ല പരിപാടികളും നിങ്ങൾ അതിന് നോക്കാം. നമുക്ക് മറ്റേ കിട്ടൂല, നമുക്ക് അതിന് കഴിയൂല. വലിയവരൊക്കെ ചാടുന്നതനുസരിച്ച് നമ്മൾ ചാടിയിട്ട് കാര്യമില്ല. അതിനെ രാവും പകലും ടേപ്പിന്റെ എൻ്റെ ചട്ടം വെച്ച് ഉന്തുക, രാവും പകലും. അങ്ങനെയാണ് ഇപ്പം SLC +2 വരെ പഠിപ്പിച്ച്. ഇനി വേറെ വല്ല പെട്ടെന്ന് ഒരു തൊഴിൽ കിട്ടണം, വല്ലതും വാക്കാനും സഹായിക്കാൻ നോക്കല്ലാതെ ഡിഗ്രി എടുത്തൊന്നും പോകാൻ ഇജി മേക്കടണ്ട. മുതലാളിമാരെ മക്കൾ കാണുമ്പോൾ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല. എൻ്റെ വാപ്പാനത്ത് പൈസ അല്ല. ഉടനെ മകളോടാണ് പറയുന്നത്. മകളെ മറുപടി എന്ത്? അതൊക്കെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നോക്കണം. കടന്നുറങ്ങിയാൽ ഒരു കുഴപ്പമുണ്ടായില്ല. മക്കൾ ജനിച്ചിക്കണമെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോയാൽ കുട്ടികളുണ്ടാവും. കുട്ടികളുണ്ടായ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഉത്തരവായിട്ടുണ്ട്. ഈ കൊല്ലം ഒരാൾ എന്നോട് ശിക്കായത്ത് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് ഒരു വിഷമം പറഞ്ഞാ, ഇങ്ങനെ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞു, +2 പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര വയസ്സുണ്ട് നിങ്ങൾക്കറിയാലോ, പെൺകുട്ടിയാണ്, കെട്ടിച്ചിട്ടില്ല. കെട്ടിക്കാത്ത കുട്ടികൾക്ക് ഇത്തരം വാക്കുകൾ പറയാൻ ഹയാ ഉണ്ടാവും.
ബിക്റും സയ്യിബും തമ്മിൽ വ്യത്യാസമുണ്ട്. കന്യകയായ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഒരാഴ്ച അവളുമായി വിട്ടു നിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് സയ്യിബായ പെണ്ണിനെ, നേരത്തെ ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ 3 ദിവസം മതി. അവളെ കല്യാണം കഴിഞ്ഞാൽ ഒരു 3 ദിവസമേ അവളോട് കൂടേണ്ടതുള്ളൂ. കല്യാണം കഴിഞ്ഞ് അവളുമായി പിന്നെ കുടിപ്പാർക്കുന്ന സമയത്ത് 7 ദിവസം അവളെ കൂടെ കൊണ്ടു നടക്കണം. അവൾ ബിക്കറാണെങ്കിൽ 3 ദിവസം മതി സയ്യിബാണെങ്കിൽ. എന്തുകൊണ്ട്? അവൾക്ക് ഒരു ഭർത്താവിനോട് ഇണങ്ങാൻ പരിചയമുണ്ട്. മറ്റേ കുട്ടിക്ക് ഭർത്താവിനോട് ഇണങ്ങാൻ അത്ര പരിചയം ഉണ്ടാവില്ല. ബിക്റും സയ്യിബും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിക്റിന് ഹയാ ഉണ്ടാവും, സയ്യിന് പിന്നെ ഹയാ ഉണ്ടാവില്ല. ഒരു കല്യാണം കഴിക്കാത്ത കുട്ടി ഒരു തമാശ പറയൽ കൂടൂല. അതേസമയത്ത് തന്നെ കെട്ടിച്ചതിന് മിറ്റേ ദിവസം പൊരയിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് കൂടിയേക്കാം. എന്തുകൊണ്ട്? വ്യത്യാസം വന്നു. ഒരു ഭർത്താവിനോട് കൂടി കഴിയാത്ത ഒരു കുട്ടി പറയാ, പെൺകുട്ടി പറയാ, എന്ത്? അത് ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ നോക്കണം. പെണ്ണ് കെട്ടി പെണ്ണുങ്ങളെടുത്ത് പോയാൽ കുട്ടികളുണ്ടാവുമെന്ന് മനസ്സിലാക്കണം. കുട്ടികളുണ്ടായി അവരെ പോറ്റി വളർത്തണം, അവരെ സ്ഥാനത്തെത്തിക്കണം, അവരെ വിദ്യാഭ്യാസം കൊടുക്കണം. അതിനൊക്കെ കഴിയാത്തൊരെന്തിനെ അട്ടപത്രക്ക് ഉമ്മാൻ്റെ അടുത്ത് പോയി സ്വന്തം മകള് പറയുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതുകൂടെ എന്താ പ്രശ്നം? സാമൂഹിക രോഗമാണ്. ഇത് ഈ കുട്ടിയിൽ മാത്രം ബാധിച്ച രോഗമല്ല, ഇത് സമൂഹത്തിൽ നിന്നിട്ട് വന്നതാ. ഇതൊരു നിപ്പ വൈറസാണ്. നമ്മളെ ഭൂമിയിൽ കാണുന്ന നിപ്പ വൈറസ് തടിയെ ബാധിക്കുന്നതാണെങ്കിൽ ഇത് റൂഹിനെ ബാധിക്കുക. ഇവിടെ കുട്ടിക്ക് നാശായിട്ട് എന്താണ്? തടിയല്ല, പിന്നെന്താ നാശായിട്ട് എന്താ? റൂഹ്. അതുകൊണ്ടാണ് അന്ന് ഇരിക്കുന്നവനാണ് യോഗ്യൻ മിനൽ ഖായിമീൻ, നിൽക്കുന്നവനേക്കാൾ. അതായത് അവന്റെ കട്ടിൽ വിട്ടാൻ പോയില്ല, അവനാണ് യോഗ്യൻ. പിന്നെ അപ്പുറത്തേക്ക് പോയില്ല, ഒന്നും അറിയണില്ല, ഒന്നും അറിയാതൊന്നും കാര്യം ഇരിക്കലല്ല, ഓന്റെ കാര്യത്തിൽ മാത്രമാണ് കൂടെ. അതിനാണ് ഇവിടെ ഇരിപ്പ് എന്നറിയല്. അതായത് അവന്റെ നിസ്കാരം, ഓത്തുക്കുളി, അവന്റെ കാര്യങ്ങൾ അങ്ങനെ അത്ര തന്നെ. അതിൽ മാത്രമാണ് കൂടുക. സാമൂഹിക കാര്യങ്ങൾ കൂടാതിരിക്കുക തെറ്റല്ലേ? അത് നമ്മൾ കൂടാത്തോണ്ട് സാമൂഹിക കാര്യം നടക്കാതിരിക്കൂല. ചിലപ്പോൾ ആ നാശത്തിൽ നമ്മളും കൂടി ഉണ്ടാവും. അപ്പൊ മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലെങ്കിൽ അധികാരമായി. കാലം ദുഷിച്ചു പോയാൽ പിന്നെ ഏകാന്തവാസമാണ് നല്ലത്. ദീൻ കാര്യത്തിൽ താൻ പരീക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചാൽ പിന്നെ ഏകാന്തവാസമാണ് മനുഷ്യർക്ക് നല്ലത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കാലം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു ജനങ്ങളെ. ഇനി അതിനപ്പുറം ഒരു കാലം വരാമെന്നുള്ളത് ഇനി അപ്പുറം. ഈ ഭൂലോകത്ത് ഇങ്ങനെ ഒരു കാലം ഉള്ളതായി എൻ്റെ പഠനത്തിലില്ല. ഈ ഭൂമിയിൽ ഇന്ന് നിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ആകാശഭൂമിയെ പടച്ചതിന് ശേഷം എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. ഇത്ര മോശപ്പെട്ട ഒരു സാഹചര്യം ഉള്ള ഒരു കാലം എൻ്റെ പഠനത്തിൽ ഇല്ല. ഫിറഔന്റെ കാലം പോലും ഇത്ര മോശമായിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്രയും മനുഷ്യൻ ദുഷിച്ചു, ഞാൻ അതിനേക്കാൾ ദുഷിക്കും ചെയ്യും. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം നമ്മൾ പുറകോട്ട് പോകണമെന്നല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇനി ശ്രദ്ധിക്കണം. എന്ത്? അവന് ഇടപെടാൻ കഴിയുന്ന കാര്യത്തിൽ മാത്രം ഇടപെടുക, പരിധിയിൽ ഇടപെടുക, ഇതിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക. ഏതൊരു കാര്യം ഖൈറായി നമ്മൾ ചെയ്താലും അത് ശർറായി ഭവിക്കുക. ഏത് ഖൈറിനെയും കളിയാക്കുക. എന്ത് ഖൈറാണെങ്കിൽ കളിയാക്കുക, എന്തിനേയും കളിയാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. ആക്ഷേപിക്കുക, കളിയാക്കുക. പൊതു മനസ്സ് എവിടെയാണോ അവിടെ നമ്മൾ നിൽക്കുക. എന്തുകൊണ്ട്? നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ ഇഷ്ടമില്ല, പൊതുമനസ്സിനൊപ്പം നിൽക്കുക. ഒരു വേദിയിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഒരു ആലിം അതിനെ ഗുണദോഷിച്ചു. എന്താ അവിടെ ദീനിന്റെ നിയമം? ദീനിന്റെ നിയമം എന്താ? ദീനം അതന്നെ, ദീനിന്റെ നിയമം അതന്നെ ദീനിന്റെ. പക്ഷെ ആ ദീനിന്റെ നിയമത്തിന്റെ കൂടെ നിൽക്കൂല, പൊതുമനസ്സ് നിൽക്കുന്നത് നമ്മൾ നിൽക്കുക. ആ നിയമം നോക്കൂല. നിസ്കാരം കൊണ്ട് നോമ്പുകൊണ്ട് വോട്ടടക്കുക, ഇതിന്റെ അപ്പുറത്തേക്കും പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്താണ് ഇക്കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതൊന്നും നമ്മൾ അറിയണില്ല, നല്ല കാര്യമല്ലേ? അങ്ങനെ ഉണ്ടായി. ഇപ്പൊ പൊരിയിൽ കൂടുന്ന ഒരാളോട് ഇങ്ങനെ ഓന് വാട്സപ്പും ഇല്ല, ആരുമില്ല എങ്കിൽ ഇയാൾക്ക് ഇത് അറിയില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ നടന്ന കാര്യം വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു പൊരിയെ കുത്തിരിക്കുകയാണെങ്കിൽ ഓൻ അറിയുന്നുണ്ടോ? ഇല്ല. ഖൈറാണ് മിനൽ ഖായിമി, നിൽക്കുന്നവനേക്കാൾ. ഒന്നും നടക്കണില്ല. അപ്പൊ എന്തേ ഉള്ളൂ? നിൽക്കുന്നുണ്ടോ? അപ്പൊ അയൽവാസികളെ പൊരയൊക്കെ കാണും. നടക്കുകയാണെങ്കിൽ മയലിലൊക്കെ കാണും. വാനത്ത് പോകുകയാണെങ്കിൽ മറ്റു മയലുകൾ കാണും. ഇനി ഒരു കാലം രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫറായിരിക്കും. യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫറായിരിക്കും. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫറാവും. വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫറാവും. പിടിച്ചിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. പിടിച്ചിരിക്കാനാണ്. നമുക്ക് പിടിച്ചിക്കാൻ കഴിയില്ല എന്ന് പറയും. പിടിച്ചിക്കാൻ കഴിയാത്തോടത്താണ് ഇത് തുടങ്ങിയത്. നിങ്ങൾ പിടിച്ചു നിന്നു, പിന്നെ പിടിച്ച് കഥയാക്കും. രണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കലിന്റെ ഇടയിൽ ഒരു പിടിച്ചിക്കൽ ഉണ്ടായതാണ്. ഇതാണ് ദീന്. ദീൻ എന്ന് പറഞ്ഞാൽ രണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കലിന്റെ ഇടയിലുള്ള ഒരു പിടിച്ചിക്കലാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനും കൊണ്ട് വന്നപ്പോൾ ആ കൂട്ടത്തിൽ കൂടി ഒരാൾക്കും പിടിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നു. ഇനി വസയഊദു കമാ ബദഅ, തുടങ്ങിയതിലേക്ക് തിരിച്ചു. അതായത് ബദഅൽ ഇസ്ലാം ഗരീബൻ, സ്വന്തം നാട്ടിൽ വിദേശിയായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. വിദേശിയായ ഒരു വ്യക്തിക്ക് ഒരു പുരക്കാരെ അഭയം കൊടുത്തില്ലെങ്കിൽ ഓനെ നാട്ടിൽ വല്ലതും കഴിയും. സ്വന്തം നാട്ടിൽ വിദേശിയായി തുടങ്ങിയതാണ്. ഒരു വിദേശിക്ക് ഒരു അഭയം കിട്ടണ്ടേ? ഒരു ലോഡ്ജർ പറഞ്ഞപ്പോൾ പാർത്തോ, അല്ലെങ്കിൽ പുരക്കാർ പറഞ്ഞപ്പോൾ പാർത്തോ, പള്ളിക്കാർ പറഞ്ഞപ്പോൾ പാർക്കണി വിരോധമൊന്നുമില്ല, നിങ്ങൾ ആയിക്കോട്ടെ. ഒരാൾ അഭയം കൊടുത്തില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? റോട്ടുമ്പോൾ കടന്നാൽ പോലീസ് പിടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? പോലീസ് പിടിച്ചാൽ ചോദിക്കും, പോലീസ് കണ്ടാ ചോദിക്കും എവിടെയാണ്, എവിടെ താമസിക്കുന്നത്, ഏതാ ലോഡ്ജ്, ഏതാ റൂം. അപ്പൊ ഇവിടെ അമേരിക്കക്കാരനെ ഇവിടെ കണ്ടാൽ പോലീസ് ചോർച്ച ചെയ്യും. എന്ത് എവിടെ എന്തിനാ അതൊക്കെ പറയുന്നത്? ഒരു വിദേശ രാജ്യത്തെ നമ്മൾ ചെന്നാൽ, ഒരു വിദേശ കേവലം ട്രാവൽ ലിംഗം ആണെങ്കിൽ വിരോധമല്ല. 1-2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം താമസിക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് അവിടെ താമസിക്കുന്ന ലോഡ്ജിന്റെ പേര് എഴുതി കൊടുക്കണം. അതായത് ഒരു നാട്ടിൽ ഒരാൾ അഭയം കൊടുത്താലല്ലേ വിദേശിക്ക് നിൽക്കാൻ കഴിയുള്ളൂ. വിദേശി അഭയം കൊടുത്താൽ പിന്നെ എന്തായി? ആ നാട്ടുകാരനിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ ബദഅൽ ഇസ്ലാം ഗരീബാ, ഒരാൾ ഏറ്റെടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇസ്ലാം വന്നത്. അപ്പോൾ അതിന്റെ ആളുകൾക്ക് പിടിച്ചെടുക്കാനേ കഴിയില്ല. ഒരാൾ ഏറ്റെടുക്കൂല. എല്ലാം എന്റേതാണെന്ന് പറഞ്ഞിരുന്നിരുന്ന മുഹമ്മദ് മുസ്തഫാനെ പറ്റി പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി, നമ്മളാളല്ല. അങ്ങനെ ഇത് തുടങ്ങി. ശരി, അടുത്ത വാക്ക്. അത് തുടങ്ങിയത് പോലെ തന്നെ തിരിച്ചെത്തും. അതായത് ഇസ്ലാം വിദേശിയായി തുടങ്ങിയ എന്നതിന്റെ അർത്ഥം എന്താ? പിന്നെ ആരാ ഇസ്ലാമിനെ കൊണ്ടുവന്നത്? മക്കക്കാരൻ. പക്ഷെ ഈ ഹക്ക് വെളിവാക്കുന്നതോടുകൂടെ ആ ആൾ ആർക്കും അഭയം കൊടുക്കാത്ത ആളായി. അപ്പോൾ ആ ആൾ സ്വന്തം നാട്ടിൽ വിദേശി. അതായത് വർത്തമാനം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, പൂജാരി നോക്കുമ്പത്തും ചെയ്യത്തും എവിടെ പറഞ്ഞോ ഇല്ല, ഇതെന്ത് പരിപാടിയാ, ഇവിടെ നടക്കൂല. സുജൂദിൽ കിടക്കുന്നതുകൊണ്ട് ഒരാൾക്ക് നഷ്ടമില്ലല്ലോ. സുജൂദിൽ കിടക്കുന്ന നേരത്താണ് ഒരാഴ്ച മുമ്പ് മക്ക ചന്തയുടെ പരിസരത്ത് കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഒരാഴ്ച മുമ്പ് അറുത്ത ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തത്? ഹബീബിന്റെ കഴുത്തിലിട്ട്. നിങ്ങൾ ആ രംഗം ആലോചിക്കുക, അത് നിങ്ങളെ കഴുത്തിലായി സങ്കല്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് അർത്ഥ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ടതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാഴ്ച മുമ്പ് അറക്കപ്പെട്ട ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല സുജൂദ് കിടക്കുന്ന മനുഷ്യന്റെ പെരടി കൂടെ കൊണ്ടുപോയിട്ടു. ഒരു പോത്തിന്റെ മുണ്ടാണെങ്കിൽ എത്ര ഉണ്ടാവും? അപ്പൊ ഒട്ടകത്തിന്റെ എത്ര ഉണ്ടാവും? ഇതാരാ ചെയ്തത്? മക്കയിലെ ഏറ്റവും വലിയ യോഗ്യനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ എല്ലാ പ്രശ്നവും പരിഹരിച്ചിരുന്ന ആളെ, മക്കയിലെ നീതിമാനായ മധ്യസ്ഥനെ. രണ്ടാളും പ്രശ്നം ഉണ്ടാക്കണം, ഈ ആൾ മധ്യസ്ഥം പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കും. മക്കയിലെ ഏറ്റവും വിശ്വസ്തനെ, ഏറ്റവും നല്ലോനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ ആളില്ല. അപ്പൊ സ്വന്തം നാട്ടിൽ ആരായി? വിദേശി. സ്വന്തം നാട്ടില നമ്മളല്ലേ അറിയില്ല, കുടുംബക്കാരെന്നെ പറയാം. നമ്മളറിഞ്ഞുകൊണ്ടല്ല, നമ്മളറിയില്ല. അതാണ് എന്ത് പേരാണെങ്കിലും അബൂ താലിബ് എന്ന മനുഷ്യന്റെ മാത്രമതാണ്. എന്ത് പേര് പറഞ്ഞാലും അബൂ താലിബ് എന്ന മനുഷ്യന്റെ മാത്രമാണ്. ബാക്കി റബ്ബ് തീരുമാനിക്കും, അത് എനിക്കറിയൂല. എന്റെ മോൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മോൻ ഉറപ്പില്ലേ എന്നാ പറഞ്ഞോ. അബൂ താലിബ് എന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ മറ്റുള്ളവരെ സമ്മതിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഷഅബ് അബീ താലിബിൽ പോയി ബന്ദിയായി കഴിഞ്ഞുകൂടേണ്ടയില്ല. അങ്ങനെ ബന്ദിയായി എല്ലും കോലുമായി മരിച്ചു ആര്? അബൂ താലിബ്. എന്നാൽ നബിയുടെ കൂടെയല്ല. ആണോ അല്ലെന്ന് എനിക്കോട്ട് അറിയില്ല, എനിക്ക് അത്രേ അറിയുള്ളൂ. എന്നൊന്നും വർത്താനം പറയാൻ ഞാനില്ല, എനിക്കൊക്കെ പേടിയാ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായി പറഞ്ഞത്? അതിലൊന്നും വർത്താനം പറയാൻ ഞാനില്ല. അതൊക്കെ റബ്ബ് തീരുമാനിക്കും. അല്ലാഹു അഅലം. ഇതിന്റെ കാര്യം അല്ലാഹുക്കറിയാം, നമുക്കെല്ലാം അറിയില്ലല്ലോ. അതേ സമയത്ത് മറ്റുള്ളവരോ ഇറങ്ങിപ്പോവും. മനസ്സിലാവാത്ത ഈ ഹദീസിന്റെ ബാക്കിയാണ്. അത് തിരിച്ചു മടങ്ങും. തുടങ്ങിയത് പോലെ തന്നെ ഈ നേരായി ഒരു നാട്ടിലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തിരിച്ചു വരും. ഒക്കെ മുസ്ലിമുകൾ നാടായിരിക്കും, പക്ഷെ ദീൻ പറയാൻ പറ്റൂല. അന്ന് സ്വന്തം നാട്ടിൽ വിദേശിയാകാൻ ആര് തയ്യാറുണ്ടോ അവൻ സ്വാഗതം. ഈ സ്വാഗതം അന്ന് നബി പറയാൻ കാരണം എന്താ? അയാൾ ഇറങ്ങുന്ന കാലത്ത് അയാൾക്ക് സ്വാഗതം പറയാൻ ആളുണ്ടാവില്ല. അപ്പൊ അഡ്വാൻസ് സ്വാഗതം പറഞ്ഞിട്ടു. അവസാന കാലത്ത് സ്വന്തം നാട്ടിൽ വിദേശിയാകാൻ ആര് തയ്യാറുണ്ടോ അവർക്കാണ് സ്വാഗതം, അവർക്കാണ് വിജയം. അപ്പോൾ അവർക്ക് അനുമോദനവും സ്വാഗതം പറയാൻ അന്നൊരാൾ ഉണ്ടാവില്ല. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ അയാൾക്ക് സ്വാഗതം പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ. അന്നാണ് മനുഷ്യൻ എന്ത് ചെയ്യാ? ഉള്ളുക്ക് മടങ്ങും.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ പറ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് കേട്ടോ. ഞാൻ അത് പറയാം. ഒരാൾക്ക് സഹിക്കാൻ കഴിയില്ല, വേറൊരാൾക്ക് സഹിക്കാൻ കഴിയും. അയാൾ പറയും, മറ്റയാൾ പറയില്ല. അയാൾക്ക് പറയാൻ കഴിയില്ല, മറ്റയാൾ പറയും. അയാൾക്ക് പറയാൻ കഴിയും, മറ്റയാൾ പറയാൻ കഴിയില്ല, പറയില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കരുത്ത് വേറെ വേറെയാണ്. ഈ ക്ലാസ് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയും? ഈ ഘട്ടത്തിലെല്ലാം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരൊറ്റ ഘടകം റൂഹിന് കിട്ടുന്ന വിവരമാണ്. അതാണ് ഇൽമ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകാഗിയായി നടക്കുമ്പോഴും പ്രയാസമില്ലാതാകാൻ കാരണം ഹൃദയത്തിൽ എന്തുണ്ട്? ഇൽമുണ്ട്. അവസാന കാലത്ത് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരാൾ ഏകാഗിയായി നടക്കും, അയാൾക്കും എന്ത് വേണം? ഇൽമു. അതുകൊണ്ട് ക്ലാസ് മുടങ്ങരുത് എന്ന് പറയുന്നത്. ക്ലാസ് റൂഹിനുള്ള ഒരു കരുത്താണ്. നിസ്കാരത്തിന് ഇത്ര ഫർളാണ്, നോമ്പിന് ഇത്രയാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ പറയേണ്ടത് റൂഹിന്റെ കരുത്താണ്. റൂഹിന് കരുത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ യഖീൻ ഉണ്ടാകണം. അള്ളാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. 12 കൊല്ലം കോളേജിൽ പഠിച്ചിട്ട് അള്ളാഹിനെ തിരിയാതെ ഇപ്പൊ അള്ളാഹ്ക്കെതിരെ പറഞ്ഞ ആളുകൾ കാലാണത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ അങ്ങനെയാണ്. അള്ളാഹിനെ തിരിയണം, അതാണ് തിരിയല്. മുത്തുനബിയെ തിരിയണം. മുത്തു മുഹമ്മദ് മുസ്തഫ. ചിലർക്ക് തിരിയണില്ല. റസൂലുള്ള ചെറുപ്പക്കാരിയായ ആയിഷ ബീവിയെ കെട്ടിച്ചു കൊടുത്ത സിദ്ദീഖുൽ അക്ബറിന് പ്രശ്നമില്ല, കെട്ടിക്കപ്പെട്ട കുട്ടിക്കും പ്രശ്നമില്ല. അതിൽ കൂടി ഭക്ഷണം കഴിച്ച നാട്ടുകാർക്ക് ഒരാൾക്കും ഒരു മുനാഫിക്കിനോ ഒരു ജൂതനോ ക്രിസ്ത്യാനിക്കോ പോലും അഭിപ്രായപ്പെടില്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് പ്രശ്നം എന്ത്? ആയിഷ ബീവിയെ കെട്ടിയില്ലേ? ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. അന്ന് ലോകത്തും സിവിലൈസേഷൻ ഉണ്ട്, എവിടെയെങ്കിലും ഇതിനെതിരെ ഒരു ലഘുലേഖ ഇറങ്ങിയിട്ടില്ല. ആ നാട്ടിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവർക്കാർക്കും ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഇല്ല. അപ്പൊ അത് സാഹചര്യം, അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇന്നിപ്പോ ഒരു 16 വയസ്സായ കുട്ടിയെ ഞാൻ കെട്ടിയെന്ന് പറയലാണ് മാനക്കേട്. എന്തുകൊണ്ട്? ഇന്നിപ്പോ ഒരു 10ഓ 20ഓ ആകാതെ കെട്ടുന്നത് മാനക്കേടാണ്. അന്നത്തെ സാമൂഹ്യ സാഹചര്യമാണ്. ഈ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ഓറിയന്റിസ്റ്റുകളായ കള്ളന്മാർ അവരുടെ ദുശ്ചൈലികൾ മറച്ചു വെക്കാൻ വേണ്ടി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങളിൽപ്പെട്ടതാണിത്. നമ്മളെ പ്രശ്നമൊന്നുമല്ല, അവരൊരു വിഷയമല്ല. മാത്രമല്ല റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് ആരെ? ആയിഷ ബീവി. ഖദീജ ബീവിയുടെ മോളാണ് ഫാത്തിമ ബീവി. ഒരു ദിവസം ഫാത്തിമ ബീവി കയറി വരുമ്പോൾ ആയിഷ ബീവി റസൂലുള്ളാഹിനെ തൊട്ടടുത്തിരിക്കുക. റസൂലുള്ളാഹിയുടെ കയ്യിൽ ആയിഷ ബീവിയുടെ കൈയുണ്ട്. അപ്പോൾ ആയിഷ ബീവിയെ കൈ ഇങ്ങനെ പിടിച്ച് സ്വന്തം മകളായ ഫാത്തിമ ബീവിയോട് ഹബീബ് പറഞ്ഞു, എനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടമാണ് മോളെ, ഇനി അന്ന് മുതൽ എനിക്ക് ആയിഷ ബീവിയോടുള്ള ഇഷ്ടത്തിന് കണക്കില്ല എന്ന് ഫാത്തിമ ബീവി. എന്തുകൊണ്ട്? എൻ്റെ ഉപ്പാക്കത്ര ഇഷ്ടമാണ്. അതങ്ങനെ നമ്മളിഷ്ടം പറയാം. ആ മനുഷ്യൻ ഇവിടെ എന്തെ തന്നത്? ആ മനുഷ്യൻ നന്മ പറഞ്ഞു തന്നില്ലേ? ആ മനുഷ്യൻ സൽസ്വഭാവം ഉണ്ടാക്കി തന്നില്ലേ? ആ മനുഷ്യൻ ലോകത്തെ തിന്മകളെ മുഴുവൻ ഒതുക്കിയില്ലേ? ആ മനുഷ്യൻ നീതി നടപ്പിലാക്കിയില്ലേ? ആ മനുഷ്യൻ അനീതിയുടെ ചെങ്ങല പൂട്ടുകൾ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞില്ലേ? ആ മനുഷ്യൻ വിദ്യാഭ്യാസം കൊടുത്തില്ലേ? ആ മനുഷ്യൻ ഔന്നത്യം കൊടുത്തില്ലേ? ആ മനുഷ്യൻ മനുഷ്യരാശിയിൽ പാവപ്പെട്ട മനുഷ്യർക്ക് തല ഉയർത്തി നിൽക്കാൻ അവസരം കൊടുത്തില്ലേ? ആ മനുഷ്യൻ ഒരു സദസ്സിൽ പോലും കേറ്റാത്ത യത്തീമിനെ സദസ്സിനെ മുന്നിൽ എത്തിച്ചില്ലേ? അന്ന് വരെ ഒരു യത്തീമിനെ സദസ്സിലിരുത്തൂല. ഒരു സുപ്രയുണ്ടെങ്കിൽ സുപ്രയിൽ ആരുണ്ടാവില്ല. യത്തീമിനെ സദസ്സിലുണ്ടെങ്കിൽ തന്നെ പുറത്തൊറ്റ ഭക്ഷണം കൊടുക്കും, സുപ്രയിൽ ഇരുത്തൂല. അവലക്ഷണം. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഏറ്റവും നല്ല സുപ്ര, ആ സുപ്രയിൽ ഒരു യതീം ഉണ്ടെങ്കിൽ ആ സുപ്രയാണ് ഏറ്റവും നല്ല സുപ്ര എന്ന് മുഹമ്മദ് മുസ്തഫ. മാന്യന്മാർ ഇരിക്കുന്ന സദസ്സുകളിൽ ആരെ കേറ്റൂല, യതീമിനെ കേറ്റൂല. ഒരു മര്യാദക്ക് ഒരു ഭക്ഷണം യതീമിന് കൊടുക്കൂല. ദീനദയാവായ്പുള്ള സ്നേഹമുള്ള കരുണയുള്ള ഏതെങ്കിലും ഒരു അറബി ഒരു യതീമിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ പോലും എങ്ങനെ കൊടുക്കുള്ളൂ? ഒറ്റക്ക് സദസ്സിൽ കേറ്റൂല. അതേ സമയത്ത് എവിടെ എത്തിച്ചു യതീമിനെ പറഞ്ഞേക്കും. നമ്മളെ സുപ്രീം ഇരിക്കണട്ടാ. അതിൻ്റെ ഇടയിൽ ഒരു കേംബ്രിഡ്ജ് പോയി പഠിച്ചിട്ടില്ലല്ലോ. ഈ മനുഷ്യൻ അവർക്കിടയിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ഒരു കദിബിന്റെ കാലഘട്ടമാണ്. അപ്പൊ എന്ത് വേണം? റൂഹിനെ ബലപ്പെടുത്തുന്ന അറിവ് നേടണം. എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്? റൂഹിനെ ബലപ്പെടുത്തുന്ന അറിവാണ്. അതാണ്. ബലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പേടിക്കണ്ട. റൂഹിന് ബലം കിട്ടും. റൂഹിന് ബലം കിട്ടണമെങ്കിൽ റൂഹിനെ കൊണ്ട് ബന്ധിപ്പിക്കണം. ആരിൽ? അള്ളാഹുവിൽ ബന്ധിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 10-30 കുട്ടികൾക്ക് വെക്കേഷൻ കാലത്ത് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ് മൊത്തം 40 ദിവസം, നാളെ മറ്റന്നാൾ 40 ദിവസം തീരാണ്. ഒരു വീടുകളിൽ തിരിച്ചു പറഞ്ഞേക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് ഔറാദ് അവൾക്ക് പഠിപ്പിച്ചു. പിന്നെ എന്ത് പഠിപ്പിച്ചു? അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട അനിവാര്യത പഠിപ്പിച്ചു. അള്ളാഹു ആരെന്ന് പഠിപ്പിച്ചു. ഇന്ന് പഠിക്കേണ്ട വിവരാണ് റബ്ബ് ആരാണ്. റബ്ബ് ഞാൻ നിങ്ങളുടെ ബന്ധം എന്താ? കൈ പൊന്തിച്ച ഉത്തരം തരുന്നവനാണ് ആര്? അള്ളാഹു. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ കുഴപ്പത്തിലാണ്. അത്രയേ ഉള്ളൂ. അള്ളാന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങി വരും. എന്തുകൊണ്ട് ഇറങ്ങി വരുന്നില്ല? നമുക്ക് കുഴപ്പമുണ്ടാവും. അള്ളാന്റെ റഹ്മത്തിന് അറ്റല്ല.
നമ്മൾ ആഗ്രഹത്തിന് അറ്റമുണ്ട്. അറ്റല്ലാത്ത ആഗ്രഹം ഉണ്ടോ? ഇല്ല. നമ്മൾ ആഗ്രഹത്തിന് അറ്റുണ്ട്, അള്ളാന്റെ റഹ്മത്തിനോ അറ്റല്ല. നമ്മളെ ദോഷത്തിന് അറ്റുണ്ട്, അള്ളാന്റെ മൗഫറത്തിന് അറ്റല്ല. നമ്മളെ ദോഷത്തിനും അറ്റമില്ലെങ്കിൽ പോലും അറ്റല്ലാത്ത മൗഫറത്തുണ്ട്, അതിൽ മുഖ്യ കഴിയും. പക്ഷെ അവർക്കൊന്നും വേണ്ട. നമ്മളെ ദോഷത്തിന് അറ്റമുണ്ട്, അള്ളാഹുവിന്റെ മൗഫറത്തിന് അറ്റമില്ല. അപ്പൊ ഒരു മൂലക്കിടാണ്ടാവില്ല. റബ്ബേ, നിന്റെ റഹ്മത്ത് വളരെ വലുതാണ്, എന്റെ ദോഷമാകട്ടെ പരിധിയിലുള്ളതുമാണ്. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഉണ്ടാക്കിയ ദോഷമുള്ളൂ. നിന്റെ റഹ്മത്തോ ഏത് കാലം കൊണ്ട് അളന്നാലും നിന്റെ റഹ്മത്തിനെ അളന്ന് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. അത്രയും വലിയവനാണ് ആര്? ഓ, അത്രയും വലിയവനാണ് അല്ലാഹു. എന്തിനാ പേടിക്കുന്നത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കണം, അള്ളാന്റെ റഹ്മത്തിനെ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവന്റെ വലിപ്പത്തരത്തിനെ പഠിക്കണം. അവന്റെ ദാസനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദാസനേക്കാൾ വലിയൊരാൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ ആരാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എടാ, കറുത്ത മനുഷ്യനെ ഇന്ന് ഹോട്ടൽ കയറ്റിയിട്ട നാടുകളുണ്ട്. ആ മനുഷ്യനെ കാബാലയത്തിന് മുകളിൽ കയറ്റിയ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ. അവിടെ വേറൊരു വെളുത്ത മനുഷ്യനെ കയറ്റിയിട്ടില്ല. എല്ലാവരും മേലെ കാബയാണ്, കാബന്റെ മേലെ ബിലാലാണ്. ലോക ചരിത്രത്തിൽ ഒരാൾ മാത്രമാണ് കാബക്ക് മുകളിൽ കയറുക, അത് ബിലാലാണ്. പണിക്ക് വേണ്ടി കയറുന്ന അവസ്ഥാനല്ല, ഒരു കാര്യത്തിന് വേണ്ടി കയറി നിൽക്കുക, എന്നിട്ട് ബാങ്ക് കൊടുക്കുക. ആര് ചെയ്തിട്ടില്ല? ഇബ്രാഹിം നബി ചെയ്തിട്ടില്ല. ലോകൈക സുന്ദരനായ ആര് ചെയ്തിട്ടില്ല? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു മാർഗദർശിയായി നൽകിയ ഇബ്രാഹിം നബി ചെയ്തിട്ടില്ല. ആര് ചെയ്തു? സയ്യിദുനാ ബിലാൽ. ആര് കയറ്റി? മുഹമ്മദ് മുസ്തഫ. ഇന്ന് കറുത്ത വർഗ്ഗക്കാർക്ക് കയറാൻ പറ്റാത്ത ഹോട്ടലുകൾ അമേരിക്കയിലുണ്ട്, ബ്രിട്ടനുണ്ട്, സ്വിറ്റ്സർലാൻഡിലുണ്ട്, ലോകത്തിന് നാനാ ഭാഗത്തുണ്ട്. ഇന്ന് കറുത്ത വർഗ്ഗക്കാർ ഹോട്ടലിൽ പ്രവേശനം ഉണ്ടാവില്ല. ഇത് എവിടെ കയറ്റി? കാബാലയത്തിനുള്ളിൽ. ബിലാൽ കുടിച്ച പാലിന്റെ ബാക്കി മുത്തുനബി കുടിച്ചു. ആ മനുഷ്യനല്ല, ആരുടെ അവിടെ മനുഷ്യത്തെ പഠിപ്പിച്ചു? എല്ലാവർക്കും കുടിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ബിലാൽ ബാക്കി ഇഷ്റബാത്ത് കുടിക്കാം. ബിലാൽ കുടിച്ച പാലിന്റെ ബാക്കി കുടിച്ചു. അങ്ങനത്തെ സംഭവം ഉണ്ടായി. ഇന്ന് ഈ ഇംഗ്ലീഷും ലാറ്റിനും ഫ്രഞ്ചും പഠിച്ച് ചൊവ്വയിൽ വെള്ളം ഉണ്ടോന്ന് അന്വേഷിച്ച് നടക്കണം. ഇന്നത്തെ കാലത്ത് കറുത്ത വർഗ്ഗക്കാരെ കയറ്റാത്ത ഹോട്ടലുകൾ എത്ര പോലെ ലോകത്തുണ്ട്. ആ മനുഷ്യരോ പുണ്യ റസൂൽ കറുത്ത വർഗ്ഗക്കാരെ ആട്ടി ഓടിക്കുന്ന കാലത്ത് കറുത്ത വർഗ്ഗക്കാരൻ സ്വന്തം വീട്ടിലെ പ്രധാനപ്പെട്ട ആളാക്കി. ആ കറുത്ത വർഗ്ഗക്കാരൻ കുടിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കുടിച്ച് ആ കറുത്ത വർഗ്ഗക്കാരൻ എവിടെ കയറ്റി? അവിടെ കയറി ഒരു ബാങ്ക് താൻ പോലും കൊടുത്തിട്ടില്ല. പുണ്യ റസൂൽ. അപ്പൊ ആരോ ആക്ഷേപിച്ചു പോയി, കാബാലയത്തിന് മുകളിൽ ഒരു കറുത്ത വംശജനെയാണോ കയറ്റി ബാങ്ക് കൊടുപ്പിക്കുന്നത്? فنزل روح الأمين ملك جبرائيل يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. സൂറത്തുൽ ഹുജറാത്ത് 13ാമത്തെ ആയത്ത് വരുമ്പോൾ ബിലാൽ കഅബയുടെ മേലെയാണ്. എന്താ ഈ ആയത്തിറങ്ങാനുള്ള കാരണം? ബാങ്ക് കൊടുക്കുന്ന നേരത്ത് മത്താഫിൽ നിന്ന് ഏതോ വെളുത്ത വർഗ്ഗക്കാരൻ പറഞ്ഞു, എന്ത്? ഇബ്നു സൗദാ യുഅദ്ദിനു അലൽ ബൈത്ത്. ഒരു കറുത്ത വർഗ്ഗക്കാരത്തി പെണ്ണിന്റെ മകനെ കിട്ടിയുള്ളോ നബിക്ക്? അതിന്റെ മേലെ കയറ്റി ബാങ്ക് കൊടുപ്പിക്കാൻ ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഇപ്പം തന്നെ കൊടുക്കേണ്ടിയിരുന്ന ബാങ്ക് എന്നാരോ പറഞ്ഞു. ഉടനെ ജിബ്രീൽ ഇറങ്ങി അലൈഹിസ്സലാം. ആര് ഇറങ്ങിയതിന് മുമ്പ്? സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കഴിഞ്ഞിട്ട് കഅബയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആകാശത്തെ രാജകുമാരൻ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങി കൊടുത്ത ആയത്താണ്. ഏത്? അല്ലാഹു ആയത്തിന് കൊടുത്തയച്ചു. ഏതായത്ത്? ഹുജറാത്ത് അധ്യായത്തിന്റെ 13ാമത്തെ ആയത്ത്. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا لولاه لم تخرج الدنيا من العدم. ഈ ആളില്ലെങ്കിൽ അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമായിരുന്നു. അതാണ് മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ. ഇതാ മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ നീതി പഠിപ്പിച്ചു, സ്നേഹം പഠിപ്പിച്ചു, സൗന്ദര്യം പഠിപ്പിച്ചു. അതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം. ഇന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ് സഹോദര്യം സ്നേഹം എന്നൊക്കെ പറയാൻ. ഇതൊരു ചെയ്ത് കാണിക്കുക, വെള്ളല്ല. കറുത്ത വർഗ്ഗക്കാരൻ എങ്ങനെ ചെയ്യണമെന്ന് പറയല്ല, അവർക്ക് ചെയ്ത് കാണിക്കുക. എന്നിട്ട് വെളുവെളുത്ത ചൊങ്കന ഉമർ ഇബ്നുൽ ഖത്താബ് പോലത്തെ ആളുകൾ പറയാണ്, യാ സയ്യിദി യാ ബിലാൽ, നേതാവേ. ആളുകൾ കൂടിയിരിക്കുമ്പോ ഹബീബ് പറയാണ്, എന്ത്? സബഖ്തനീ ഫിൽ ജന്ന. ഇന്നലെ രാത്രി അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ എന്റെ മുന്നിലാണല്ലോ. ആര് പറയാ? റസൂലുള്ള പറയാ. ആരോട്? ബിലാലിനോട്. ഇന്നലെ രാത്രി അള്ളാഹു സ്വർഗം കാണിച്ചപ്പോൾ ഞാൻ ഏറെ ബേക്കിലും നിങ്ങളേറെ മുന്നിലുമാണ്. നിങ്ങളെ ചെരുപ്പിന്റെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. അത്രയും നിങ്ങൾ മുന്നിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമിൽ വന്ന് ഇത്ര വലിയ സേവനം എന്തേ ചെയ്ത്? ആര് പറയാ? ആരോട്? പുണ്യ റസൂല് പറയാ. ആരോട്?
സയ്യിദ്നാ ബിലാലിനോട് ഈ സ്വർഗം റസൂൽ അള്ളാഹ് പഠിച്ച ഈ മുത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടി. എന്നിട്ട് പറയാ, ഇന്നലെ രാത്രി അള്ളാഹു സ്വർഗം കാണിച്ചപ്പോൾ സബഖ്തനി, നിങ്ങൾ ഇന്റെ എത്രയോ മുന്നിലാണ്. നിങ്ങൾ നല്ല റാഹത്തുള്ള ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ ശബ്ദം മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. നിങ്ങൾ അത്രയും മുന്നിലെത്തിട്ടേ. നിങ്ങൾ എന്ത് അമലാ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നു കൊടുത്താൽ ഉടനെ 2 റക്അത്ത്. അപ്പോൾ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് തന്നെ അതന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഉളു നഷ്ടപ്പെട്ടാലും വേഗം ഉളു കൊടുക്കും. ഉളു കൊടുത്താൽ ഞാൻ വേഗം 2 റക്അത്ത് സ്കരിക്കും. അതന്നെ ആ അമലിന്റെ പ്രത്യേകത തന്നെ ബിലാല് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബിലാൽ ജീവിച്ചിരിക്കുന്നത് ഈ മനുഷ്യന്റെ പേരില. ഈ ബിലാലിനെ ഉരുട്ടിയിട്ട് കൊല്ലുക, ആ നേരത്തെ സിദ്ദീഖിനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നത്. ആ ബിലാലിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തന്നെ ലോകം നബിയെ വാഴ്ത്തും. എന്തുകൊണ്ട്? ആ നബി ഇല്ലെങ്കിൽ ഈ ബിലാൽ ഇന്ന് ജീവിച്ചിരിക്കും. എന്നിട്ട് ബിലാലിനെ കൂടി ഒരു കാമ്പന്റെ വില കയറ്റി. അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പ്രവാട്ടുകാരിയായ ഒരു പെണ്ണിന് ഒരുത്തങ്ങനെ കയറി, ഒരാൾ എവിടുന്നോ കയറി വന്നു. അങ്ങനെ വന്ന് മുസ്ലിമായി ഒരു അഭയാർത്ഥി, ഒരു പാവപ്പെട്ട അഭയാർത്ഥി. അപ്പൊ അല്ലാഹു തആല ഹബീബ റസൂലുള്ളാഹി അയാൾക്ക് ദീൻ പഠിപ്പിച്ചു. അല്ലാഹു മുത്തക്കാത്ത ഒരു സൂറത്ത് ഇറങ്ങിയ സമയം പഠിപ്പിച്ചു. അതെല്ലാം പഠിപ്പിച്ചു. പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ഇയാൾക്കൊരു പെണ്ണ് കൊടുത്ത് വീട്ടിലേക്ക് പുതിയാപ്പിളായി സ്വീകരിക്കാം? അപ്പോൾ ഒരു കബീലക്കാർ വന്നു, നിങ്ങൾ തരികയാണെങ്കിൽ നബി ഞങ്ങൾ സ്വീകരിച്ചോളാം. അങ്ങനെ തറവാട്ടേര് എന്ത് ചെയ്ത് തറവാട്ടേർക്ക് കൊടുത്തു. തറവാട്ടേർക്ക് പുതിയാപ്പിളാക്കി കൊടുത്തു. അവർ പുതിയാപ്പിളയായി. അങ്ങനെ വീട്ടിൽ പോയി നിസ്കരിച്ച് നിക്കാഹ് കഴിഞ്ഞ് അവർ പെരിയിൽ പോയി. പിന്നെ കുടി പാർക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു തറവാട്ടേരല്ലേ, അവരെന്ത് ചെയ്ത് റൂമൊക്കെ ഒന്ന് ചമയിപ്പിച്ച്, നല്ല റാഹത്തായി മുറിയൊക്കെ ഒന്ന് ചമയിപ്പിച്ച്, മുറിയെല്ലാം ഭംഗിയായി ചമയിപ്പിച്ച് അതിന് പുതിയാപ്പിളൊക്കെ ഭക്ഷണം കൊടുത്ത് കയറ്റി. പുതിയാപ്പിളയുടെ ആ വീട്ടിൽ കൂടുന്ന പുതിയണ്ണുമായി കൂടുന്ന ആദ്യത്തെ രാത്രിയാ ഒരു മണിയറ എന്ന് പറയുന്നത് ചമയിപ്പിച്ചൊന്ന് ഉഷാറാക്കി. അങ്ങനെ ഇയാൾ കയറി. അങ്ങനെ അയാൾ റൂമൊക്കെ എത്തി. പുതിയണ്ണ വന്നിട്ടില്ല. അപ്പോഴത്തേന് അയാൾ ഇറങ്ങിപ്പാഞ്ഞ് പള്ളിയിൽ വന്ന് കിടന്നിറങ്ങി. നേരെ പോലത്തെ പോയത്തിന് തറവാട്ടേരും ഒരു വലിയ തറവാട്ടേർക്ക് ഒരു പുതിയാപ്പിളിനെ കൊടുത്ത് നേരെ പോകും. പുതിയാപ്പിള അപ്പത്തന്നെ പുതിയണ്ണ വരുന്നതിന് മുമ്പ് മൂപ്പിൽ ഇറങ്ങി പാഞ്ഞ് പള്ളിയിൽ കിടന്നു. ഇത് എന്ത് മനുഷ്യനാണ്? നമുക്ക് കണ്ട പുതിയാപ്പിളിന്റെ കോലെന്താണ്? നാട്ടുകാർ കഴിഞ്ഞാൽ ഇത്ര മനക്കട പുതിയാപ്പിള പരിയിൽ ഇറങ്ങി പാഞ്ഞാൽ. അപ്പൊ രാവിലെ തന്നെ പുതിയാപ്പിളിനെ വിളിച്ചു, എന്ത് പറ്റി, എന്ത് ഉണ്ടായി? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ നബിയെ? അത്രയും വലിയ സൗകര്യമുണ്ട് ആ റൂമിന്റെ ഉള്ളിൽ. അതിനെപ്പറ്റി അള്ളാഹു ചോദിച്ചാലോ ഞാൻ ഇറങ്ങി പാഞ്ഞാണ്. എല്ലാവിധ സമയവും ചമയവും സൗകര്യവും ഒക്കെ ചെയ്തിട്ട് കട്ടിലും അലമാരിയും ഒക്കെ കൊടുത്താൽ പിന്നെയും എന്ത് കൊടുത്ത സൗകര്യം പോരാന്ന് വിചാരിച്ച് പെണ്ണിനെ തൊലാക്കില്ല ഈ ആളുകൾ ഈ ആഴ്ച ഇക്കാലത്തുണ്ട്. ഈ വേനൽക്ക് കെട്ടിച്ച പെണ്ണിനെ എന്ത് ചെയ്തു? അമ്മായിമാ എന്ത് ചെയ്തു? ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ട് അന്ന് തന്നെ പിറ്റേന്ന് തൂക്കിയിട്ട് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞ സംഭവം ഈ ആഴ്ച ഒരാളിനോട് വന്നു. അമ്മായിമാർക്ക് വലിച്ച് ഈ ഇത്ര കുറഞ്ഞ സാധനം കൊണ്ടൊന്നും ഇവിടെ ആരും വന്നിട്ടില്ല. ഇത്ര കുറഞ്ഞ സാധനം കൊണ്ട് ഇവിടെ ആരും കാര്യം വന്നിട്ടില്ല. ഇതാണ് ഇക്കാലം. അക്കാലത്തോ ആ രൂപത്തിലേക്ക് ആ മനുഷ്യനെ ഉയർത്തി. ഉയർത്തിയില്ലേ മുഹമ്മദ് മുസ്തഫ? മനുഷ്യത്വം പഠിപ്പിച്ചില്ലേ? എന്തൊക്കെ പഠിപ്പിച്ചത്! ആരെ മുന്നിലും പിന്നെ മുസ്ലിമിന്റെ മുന്നിലല്ലേ ആമിർ താൻ പറഞ്ഞത്? ധൈര്യം എത്രയാ! കൊട്ടാരത്തിന്റെ തൂങ്കാലിൽ കൈതയെ കിട്ടാന്നാണ് ധൈര്യം എത്ര വേണം? കൈതപ്പുറത്ത് ഒരാൾ കൊട്ടാരത്തിൽ വരാൻ പാടില്ല. പേർഷ്യയിലേക്ക് പോയ മുസ്ലിമീങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു കൈതപ്പുറത്ത്. അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിപ്പറഞ്ഞതാ. ആ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനാണ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്ന് ഇതൊക്കെ പഠിക്കാൻ ചെന്നപ്പോൾ ബവ്വാബീങ്ങൾ ഗേറ്റ് കീപ്പർമാർ തടഞ്ഞു. കൊട്ടാരത്തിൽ കയറാൻ പറ്റില്ല. ആയിക്കോട്ടെ പോകാം, പക്ഷെ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ക്ഷണിച്ചിട്ട് വരികയാണ് പ്രതിനിധിയായിട്ട്, ഞാൻ മുസ്ലിങ്ങളെ പ്രതിനിധിയാണ്. അപ്പോൾ ബവ്വാബീങ്ങൾ വിട്ടു, കയറ്റി കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിന്റെ തൂങ്കാലിൽ കെട്ടി. എന്തിനെ? കൈതനെ കെട്ടി. ഇതൊക്കെ എത്രയുള്ളതാണ് അതിന്റെ അർത്ഥം. എന്റെ കൊട്ടാരം എന്റെ കൈതനെ കെട്ടാൻ മാത്രമേ ഉള്ളൂ എന്നല്ലേ ഇതിന്റെ അർത്ഥം. ആ കൊട്ടാരത്തുകാരെ കയറ്റൂല, കൈത്തപ്പുറത്ത് വരുന്ന ആളെ കയറ്റൂല. അങ്ങനല്ലേ ഈ സന്ധി സംഭാഷണം നടക്കൽ പേർഷ്യക്കാർക്ക് അനിവാര്യ. അതുകൊണ്ട് ഒരു അനങ്ങിയില്ല. സിംഹാസനത്തിൽ ഇരിക്കുക, തൊട്ടപ്പുറത്തിൽ അതുപോലത്തെ രത്നങ്ങൾ പതിച്ച കസേരട്ടിട്ടുണ്ട്, അതിലിരുന്നില്ല, തായിരുന്നു. അതെന്ത് ചോദിച്ചു? ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഞങ്ങൾ എന്താ ഇരുന്നിട്ടില്ല, ഞങ്ങൾ എന്താ ഞങ്ങൾ വിളിച്ചത് പറയുന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങൾ സമ്പത്ത് തരാം, ഞങ്ങൾക്ക് തീരെ വേണ്ടാത്ത സാധനം നമ്മൾ ആവശ്യപ്പെടരുത്. പിന്നെ എന്തിനാ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞൂലേ
ദുനിയാവിന്റെ കുടിസുകളിൽ നിന്നും ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾ പൈസക്കൊന്നാൽ. ആര് പറഞ്ഞു ഏറ്റവും വലിയ ദരിദ്രൻ? സന്ധി സംഭാഷണം വിജയിച്ചില്ല. അപ്പോൾ പറഞ്ഞു ഈ ദരിദ്ര നാരായണന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഖാദിസിയയിലെ കിടങ്ങ് നടക്കും ഞങ്ങൾ നിങ്ങളെ. ആയിക്കോട്ടെ, ഖാദിസിയയിലെ കിടങ്ങ് ആരെ കൊണ്ട് നിറയും എന്ന് തീരുമാനിക്കുന്നു. 2 ആഴ്ചയപ്പോഴും ഓരോ തല ഖാദിസിയയിലെ കിടങ്ങാൻ നടന്നു. അബൂ ഉബൈദ നേതാവായി. ഇതിനേക്കാൾ വലിയ സംഭവം എന്താ? എന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ നേതാവായി. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ വീട്ടു സാമാനങ്ങളില്ലായിട്ട് ആ വീട്ടു സാമാനങ്ങളെങ്കിലും വാങ്ങാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് അവനെ വന്ന് കൽപ്പിക്കുന്നത് റളിയല്ലാഹു. ഒരു വീട്ടു സാമാനല്ല, ഖലീഫയുടെ ഗവർണറായി. പേർഷ്യന്റെ ആദ്യത്തെ ഗവർണറാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു. ആ അബൂ ഉബൈദ 38ാമത്തെ വയസ്സിൽ മരിച്ചു. ആ അബൂ ഉബൈദ ചൊങ്കനായ ചെറുപ്പക്കാരനായ സമയത്താണ് എന്ത് ചെയ്തത്? ചുറുചുറുക്കുള്ള ചൊങ്കനായ സമയത്ത് മുൻപല്ല് പൊട്ടിച്ചു. എന്ത്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വളയം വന്നിട്ട് കവിളിൽ തറച്ചു. അപ്പോൾ വേറെ ആയുധം കിട്ടാൻ നോക്കില്ല, ഇരുമ്പിന്റെ വളയത്തെ കടിച്ചിട്ട് ഉഹദ് യുദ്ധത്തിൽ. അപ്പോൾ പല്ല് പൊട്ടി. ആരുടെ? അബൂ ഉബൈദ. ചൊങ്കനായ അബൂ ഉബൈദക്ക് പല്ലില്ല. പുണ്യ റസൂൽ പറഞ്ഞു, അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ കുത്തുകണ്ട് കിടക്കുമ്പോൾ ആളുകൾ ചോദിച്ചു അടുത്ത ഖലീഫ ആരാ? അപ്പോൾ പറഞ്ഞു, ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 3ാമത്തെ ഖലീഫ ആയിരുന്നു നിങ്ങൾ ആരും അന്വേഷിക്കണം ഞാൻ പറയില്ല. ആരായിരിക്കും? കാരണം അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ വിശ്വസ്തൻ അബൂ ഉബൈദയാണെന്ന് റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ ചൂട്ടിൽ കേട്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ദീൻ ഇറങ്ങണം. അതിറങ്ങിയിട്ടില്ലെങ്കിൽ 12 കൊല്ലം പഠിച്ചോന് നാശാക്കാൻ കാരണമാണ് ട്രെയിൻ യാത്രയിൽ കണ്ടുകൂട്ടി. എന്താ ചെയ്യുക? 12 കൊല്ലം പഠിച്ച വിജ്ഞാനത്തിന് ജീവൻ ഉണ്ടായില്ല അതിൻ്റെ അർത്ഥം. 12 കൊല്ലം പഠിക്കണ്ടല്ലോ, ഒരു ദിവസം പഠിച്ചു പോലെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവുക. റൂഹിന് കരുത്ത് കിട്ടുന്ന വിജ്ഞാനമാണ് നമ്മളെ ക്ലാസ്സിൽ വിജ്ഞാനം. അത് നമ്മളൊരു കറാമത്തല്ല, അത് ഈ ക്ലാസ്സിൽ വന്നവർക്ക് അറിയാം. ഇത് റൂഹിന് കരുത്ത് കിട്ടും. ഇന്ന് ഞങ്ങളോട് റൂഹിന് കരുത്തിട്ട് അവസാനം പറഞ്ഞത്. റൂഹിനാണ് കരുത്ത് വേണ്ട, തടിക്കല്ല. എന്തിനു വേണം? ഒന്നും ഇവിടെ സംഭവിക്കൂല, ഒന്നും. അത് ബോധം വേണം. ഒരു വിവരവും ഇല്ലാത്ത ഉമ്മമാർക്ക് ഉണ്ടാകുവരെന്ന് ഇപ്പം നമുക്കില്ല. എന്ത് പ്രശ്നം തലക്ക് മേലെ മറിഞ്ഞാലും എൻ്റെ ഉമ്മ പറയും, എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ പറയും വിടരെ ഉണ്ടാക്കും. അന്നാവും എന്താ തീരുമാനിച്ചാൽ അത് വരുള്ളൂ. 24 കൊല്ലം കിതാബ് ഓതി നടന്ന് എൻ്റെ മേലെ തലയെ കെട്ടും കെട്ടി നടക്കണം. നമുക്ക് വിവരമില്ല. ആർക്ക് വിവരമുണ്ട്? അപ്പാപ്പെട്ട തള്ളക്ക് വിവരമുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് തലക്ക് മീതെ മറിഞ്ഞാൽ നമ്മൾ പൊരിലത് പറയുകയാണെങ്കിൽ ഒരു വട്ടം അമ്മ കേൾക്കും, 2ാമത്തെ വട്ടം ഉണ്ടാക്കി കുറെ നേരമായി തുടങ്ങിയിട്ട് അമ്മോ വരുത്തല്ലാതെ ഒന്നും വരില്ല. നിലയിൽ പഠിക്കണം അയ്മാനത്തിനെ. ഇന്നിപ്പോ പഠിച്ചൊരു കയറ് തപ്പ തൂങ്ങിച്ചാകാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു സാലിഹ്യങ്ങളും മുത്തഖീങ്ങളും നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. എല്ലാ ഞായറാഴ്ചയും അവരുടെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിലൊക്കെ കൃത്യമായി പങ്കെടുക്കുകയും ആളുകളെ പ്രേരിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യണം. ഒരു ലാഭത്തിന് വേണ്ടിയല്ല, അള്ളാഹിന്റെ ദീനിൽ നടക്കണം. നമ്മളൊക്കെ അധ്വാനിക്കണം. റൂഹിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ.